ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു അവിയൽ വെച്ചാലോ. നമ്മുടെ ഇന്ന് ഉണ്ടാക്കുന്ന അവിയൽ നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറേ പച്ചക്കറി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി കുട്ടവും വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊരു വാഴയില വെച്ചിട്ട് ആ തട്ടിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്തോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചോ കോർക്ക് വെച്ചോ ഒന്ന് കുത്തി നോക്കാം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആവിയിലാവുമ്പോഴത്തേന് വേവിക്കുന്നത് നല്ല ഗുണങ്ങളാണ്. അതിൻ്റെ ഗുണമൊന്നും പോവാതെ തന്നെ നമുക്ക് പച്ചക്കറിയെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുളക് അതിനകത്തേക്ക് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ അവിയലിന് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും ആ അരപ്പൊക്കെ ഒന്ന് പറ്റത്തക്ക രീതിയിൽ എല്ലായിടത്തും ഒന്ന് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ അരപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റായിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്